തങ്കഭസ്മക്കുറി തൊട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൊയമ്പെന്നു മുടക്കുന്ന ഇരുവില്ല മലയിൽ നേരിച്ചു കൊണ്ടുവരും ഇളനീക്കുടമിൽ നുടയ്ക്കും പ്രേമിച്ചു പ്രേമിച്ചു ദയാനയൊരു ദേവശ്രീയാക്കും. ദയാനെ ഒരു ഗ്ലാസ് കല്ലെടുക്കട്ടെ. ചിരിക്കണ്ട, ഈ ആട്ടിനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടണമാ. 2 വർഷമായിട്ട് ഡയാനാരെ വീട്ടില് കള്ള് ചെത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഈ 2 വർഷമായിട്ട് ഡയാനെ വീഴ്ത്താൻ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഡയാന വീണില്ല. ഇന്നലെ ഞാനൊന്ന് വീണ് ചെത്താൻ വേണ്ടിയിട്ട് തെങ്ങിൻ്റെ മുകളിൽ കയറിയതാ. ആ പട്ടയം അങ്ങടെ പിടിച്ചൊഴിക്കില്ലേ, പട്ടയും ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു വരവ് വന്നിട്ടുണ്ട്. ഇങ്ങനെ മറിഞ്ഞു വരാം. അപ്പം ഇടയ്ക്ക് പട്ടടിയിലാവും, ഞാൻ മുകളിലാവും. വീണ്ടും മറിഞ്ഞു വരും, പട്ടടിയിലാവും, ഞാൻ മുകളിലാവും. ലാസ്റ്റ് വന്നൊരു ഒറ്റ വീഴ്ച, ഞാൻ അടിയിലും പട്ടൻ്റെ മുകളിൽ വീഴും. അതെ ചെത്തുകാരൻ ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്തത് ചെത്തുകാരൻ ചേട്ടനല്ലേ? നിന്നോട് ഞാൻ കുറെ നാളായി ഞാൻ പറയണ എന്നെ ചെത്തുകാരൻ വിളിക്കരുന്ന്. എടാ പോഷകാഹാര വിദഗ്ധൻ, മനസ്സിലായ? അതായത് പോഷകാഹാരമായ തെങ്ങിൻ ചെത്തുകളിൽ വളരെ റിസ്കോട് കൂടി തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ചെത്തിയിറക്കി പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പാവപ്പെട്ട പോഷകാഹാര വിദഗ്ധനാണ് ഞാൻ. എൻ്റെ പേര് ചെത്തുകുട്ടൻ. ഈ പഞ്ചായത്തിലുള്ളവരുണ്ടല്ലോ, ചെത്തുകുട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ അറിയാത്ത ആൾക്കാരില്ല. എന്ത് കാര്യത്തിനും ഈ കുട്ടൻ്റെ കല്ല് വേണം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് നമ്മുടെ വീട്ടിലൊരു വട്ടയപ്പം ഉണ്ടാക്കണം, കുട്ടൻ്റെ കല്ല് വേണം. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പൂജയോ കർമ്മോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പോഴും വേണം ഈ കുട്ടൻ്റെ കല്ല്. ഇനിയിപ്പോൾ നമുക്ക് ആരെങ്കിലോടും ദേഷ്യം ഉണ്ടെന്ന് വിചാരിക്കുക, അവന് 2 കൊടുക്കണം, കുറച്ച് ധൈര്യം വേണം, ഈ കുട്ടൻ്റെ കല്ല് വേണം. ഇതൊക്കെ പൊക്കോട്ടെ, 2 നമുക്ക് കിട്ടിയെന്ന് അങ്ങോട്ട് വിചാരിക്കുക, ആ വേദനയൊക്കെ ഒന്ന് മാറണം, അതിനും വേണം ഈ കുട്ടൻ്റെ കല്ല്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പഞ്ചായത്തിലെ എല്ലാ ആളുകൾക്കും ഈ കുട്ടനും വേണം, കുട്ടൻ്റെ കല്ലും വേണം. ഇതാരിയിരിക്കുന്ന രേവശേട്ടാ, ഇന്നലെ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ചേട്ടൻ്റെ വീടിൻ്റെ ബാക്കിലെ പറമ്പിൽ തെങ്ങ് ചേത്തന ആളാ ഞാൻ. അപ്പൊ ഇന്നലെ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ ചേട്ടൻ്റെ അമ്മ പറഞ്ഞു രമേശേട്ടൻ ഇവിടെ ഇല്ല, പ്രോഗ്രാമിന് പോയിക്കാന്ന് പറഞ്ഞു. വേറെ ഒന്നല്ല, ചേട്ടൻ്റെ വീട്ടിൽ ആ ഫ്രണ്ടിലെ തെങ്ങിട്ടില്ല, അതൊന്നും എനിക്ക് ചെത്താൻ തരുമോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു 1000 രൂപ അഡ്വാൻസ് അങ്ങോട്ട് തരാം. പിന്നെ ചെത്തി കള്ള് കിട്ടി തുടങ്ങി കഴിഞ്ഞാ രമേശേട്ടന് ഡെയിലി 1 ഗ്ലാസ് കള്ളു കുടിക്കാന്ന്. എന്റെ കള്ളിനൊരു പ്രത്യേകത ഉണ്ട്. എന്റെ കള്ളു കുടിച്ചാണ്ടല്ല എന്റെ മീശ വരെ നക്കും. എന്റെ മീശല്ല, കള്ളു കുടിക്കുന്ന ആളുടെ മീശ വരെ നക്കും. അത്ര മധുരം എന്റെ കള്ള്. ഞങ്ങള് ചെത്തുകാർക്ക് പെണ്ണ് കിട്ടാനില്ല. എവിടെ പോയി കഴിഞ്ഞാലും പെണ്ണ് കണ്ടു കഴിഞ്ഞാൽ പെണ്ണിന് എന്നെ ഇഷ്ടപ്പെടും, എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെടും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ചായ കൂടി കഴിയുമ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ചോദിക്കും എന്നിട്ടാ ജോലി ചോദിക്കും. ഞാൻ പറയും കള്ള് ചെത്താന്ന്, കടക്കള പുറത്തുനിന്ന് പറയും. അതുകൊണ്ട് 10-40 വയസ്സായി, ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞങ്ങളെ ബഹുമാനിക്കുന്നത് ആരാണെന്ന് അറിയോ? ഞങ്ങളെ ബഹുമാനിക്കുന്നത് കള്ളുകൂടിയന്മാരാ. മറ്റുള്ള ആളുകൾക്കൊന്നും കള്ളുകൂടിയന്മാരെ കണ്ടുകൂടാ. പക്ഷെ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കള്ളുകൂടിയന്മാർ കൈകൂപ്പി നിൽക്കും. പോക്കറ്റിൽ നിന്ന് ചില്ലറ പൈസ എടുത്തിട്ട് അമ്പലത്തിലെ വണ്ണാരത്തിലെ ഇടണമാര് പറയും. വയസ്സായ ആളുകളെ കണ്ടാ ഞാൻ 1 ഗ്ലാസ് കള്ളേറ്റാ, 1 ഗ്ലാസ് കാട്ടറ കൈ വറച്ചിട്ട് വയ്യാ. ഞാനതൊക്കെ കൊടുക്കും. കാരണം എൻ്റെ മനസ്സെങ്ങനെയാണ്, ഞാൻ വാടകയ്ക്ക് താമസിക്കായിരുന്നു. കല്യാണം കഴിയാത്തതുകൊണ്ട് ഒറ്റത്തടിയാണ്. അപ്പോൾ ഈ വാടക കാശ് കൊടുക്കാത്തതുകൊണ്ട് എന്നെ അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പം ഞാൻ തെങ്ങിൻ്റെ മുകളിലാണ്. അതാകുമ്പോൾ വാടക കാശ് കൊടുക്കേണ്ട, കാരൻ്റെ ബില്ല് ഇറക്കേണ്ട, കടം മേടിച്ചാൽ ആരും വരില്ല. ഞാൻ കരിക്കെടുത്തിട്ട് അവരെ തലവരിക്ക് എടുത്തിട്ട്. ഇപ്പം ഈ കുടിയന്മാരെന്ന് പറഞ്ഞാൽ ഞാനില്ല, ഭയങ്കര ബഹുമാനം എന്നോട്. ഈ കുടിയന്മാരെ പെണ്ണുങ്ങളുടെ സകല നമ്പർ എൻ്റെ ഉണ്ട്, ഫോൺ നമ്പർ. കാരണം എന്തിനാ എന്നെ അവർ വിളിക്കുക? ഇവരെ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ക്രിമികടി മാറി കിട്ടും. അപ്പോൾ ഈ കള്ളുകൂടിയന്മാരെ പെണ്ണുങ്ങളെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ ഈ പഞ്ചായത്തിൽ കള്ളുകൂടിയന്മാരുണ്ട്. അവരെ പെണ്ണുങ്ങളെ പേരെന്ന് പറഞ്ഞാൽ അജി, രമ്യ, സൗമ്യ, ശുഭ, സിഞ്ചു, ശ്രുതി, സുരഭി, ഫാബ, പ്രവിത, അനിത, വിനിത, ജിനിത, രശ്മി, രേഖ, രേഷ്മ, ഇവരൊക്കെ ഈ പഞ്ചായത്തിലുള്ള കള്ളുകൂടിയന്മാരെ ഭാര്യമാരാ. ഞങ്ങൾ ഈ കള്ളുകൂടിയന്മാരെന്ന് പറഞ്ഞിട്ടല്ല, ശാസ്ത്രജ്ഞന്മാരാണ്. പലതും കണ്ടുപിടിക്കുന്ന ആളുകളാണല്ലോ ഈ ശാസ്ത്രജ്ഞന്മാർ. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാരാണ്. പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അടിയല്ലാണ്ട് വേറൊരു പരിപാടിയില്ല. 2 ദിവസം മുന്നേ രാത്രി 10 മണിക്ക് ഞാൻ ആ വടക്കേത്തുറവിൽ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ചെത്താറുന്നു. ഞാനൊരു കാര്യം കണ്ടുപിടിച്ചേട്ടാ, വടക്കേല രമണിയും സന്തോഷമായിട്ടുള്ള അഭിഹിതം വളരെ ഇടയിൽ. ഞാനത് പിറ്റേ ദിവസം കള്ളളക്കാൻ പോയപ്പോൾ ഷാപ്പിലൊന്ന് പറഞ്ഞു, ഈ രമണീരെ ആങ്ങളിയും രമണീരെ ഭർത്താവും വന്നിട്ട് ഇഞ്ചി ചതയ്ക്കാനന്മാരാണ് എന്നെ ചതച്ചത്. അതീപ്പനെ തൊട്ട് എന്ത് കണ്ടുപിടിച്ചാലും ഞാൻ പുറത്ത് പറയാറില്ല. മോളെ, നിങ്ങൾ ഈ കുട്ടീനെ കണ്ടില്ലേ? കാണാൻ നല്ല ഭംഗിയിട്ടില്ലേ? നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിയുടെ വീട്ടിലില്ല, നല്ലൊരു കപ്പില്ല. 1.5 വർഷമായിട്ട് ഈ കുട്ടിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ
1.5 വർഷമായിട്ട് കള്ള് ചത്തുണ്ട്. എൻ്റെ പൊന്നേ, ഈ കിടാവ് കുളിക്കുമ്പോണ്ടല്ല ഈ കപ്പ് പൊളിഞ്ഞിട്ടുണ്ടല്ല 25 കപ്പ് വെള്ളം വേണം മേലൊക്കെ ഒന്ന് നനയണമെങ്കിൽ. മോളെ ഈ കപ്പ് കൈ പിടിച്ചോ, എല്ലാവർക്കും ചത്ത് കഴിഞ്ഞു. ആ ഇതാരത്? അതേ കുളിക്കുമ്പോ ഒക്കെ ഒന്ന് ആ മാലയൊക്കെ ഒന്ന് സൂക്ഷിക്കും. ഇന്നലെ മാല പൊട്ടി പോയി തറഞ്ഞാ ആ തട്ടാൻ്റെ കഴുകിയൊക്കെ കൊടുത്ത് എങ്ങനെ ആ മാല വളക്കിച്ച് തരും. സോപ്പൊക്കെ ഇട്ടിട്ടേ നന്നായി കഴുകി കളഞ്ഞിട്ട് പൊക്കോളാം. പുറത്തൊക്കെ നിറച്ച് സോപ്പായിരിക്കണം. എൻ്റെ കള്ളെന്ന് പറഞ്ഞാലേ മായില്ലാത്ത കള്ള. ഒരു ഗ്ലാസ് കള്ള് പിടിച്ചാലേ മായ. എൻ്റെ കള്ളിന് മായില്ലടാ. ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊന്നും തലയ്ക്ക് പിടിക്കാത്ത സാധനമാണ് ഇത്. കള്ള് ഇത് പ്യൂർ സാധനമാണെന്ന്. തേനാണ്, തേൻ. കണ്ടാ ഒരു ഗ്ലാസ് പിടിച്ചറപ്പന്നെ അതിന് ഇത് ഫിറ്റ് ആവില്ല. നല്ല ചേട്ടൻ കുടിച്ചോ? ഞാൻ കാണിച്ചു തരാം. കണ്ടാ ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ല സാധനമാണെന്ന്. രമേശേട്ടാ ഒരു ഗ്ലാസ് പിടിച്ചു നോക്കിയേ. വേണ്ട, ഷൂട്ടല്ലേ, അത് കഴിയട്ടെ. ഇത് തലയ്ക്ക് പിടിക്കില്ലെന്ന് ഞാൻ ധൈര്യമായിട്ട് കൊടുക്കുന്ന സാധനമാണ്. ഒരു ഗ്ലാസ് ഞാൻ കഴിക്കില്ല. എന്നാ പറയുന്നത്, ഈ പഞ്ചായത്തില് ഏറ്റവും നല്ല കള്ളു കൊടുക്കണ ഈ കുട്ടൻ പ്യൂർ സാധനമാണ് കൊടുക്കണത്. ഇത് ഫിറ്റാവില്ലാന്ന് നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞാൽ ഫിറ്റാവില്ല, ഫിറ്റാവില്ല, കള്ളു കുടിക്കലാന്ന്. നിങ്ങൾ എന്താ കള്ളു കുടിക്കാത്ത? ഞാൻ ഷാപ്പിൽ പോയിട്ട് 2 കുപ്പി കള്ളു കുടിച്ചിട്ട് വരുമ്പോ നിങ്ങൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാ കല്യാണമൊക്കെ തീരുമാനിച്ചില്ല. എന്റെ കുടുംബത്ത് ഒരേ ഗ്ലാസ് കള്ളും കുടിച്ച് സുഖമായി ജീവിക്കേണ്ട പെണ്ണ കല്യാണം റെഡിയാക്കിട്ട് വരാ. ശരിയാക്കി ഞാൻ വരുമ്പോ ആളോടെ കാണരുത്. എനിക്ക് കപ്പെടുക്കാൻ മനസ്സില്ല. കപ്പ് എപ്പോഴാണ് എന്റെ കുടുംബത്തിക്ക് വരട്ടെ. ദയാന പോയില്ലേ ഏതെങ്കിലും പെണ്ണിനെ ദേവസ്ത്രീയാക്കും.